മാഷ നമസ്കാരം. നമസ്കാരം. മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ചർച്ചാ വിഷയം. മോദി അമേരിക്കയിലെത്തിയിട്ട് ഇന്ത്യക്കായി എന്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ചോദ്യം. തീരുവ ഇനത്തിൽ പോലും ഒരു ഇളവും അമേരിക്ക നൽകിയില്ല എന്നുള്ളത് പറയുമ്പോഴും ഇന്ത്യയുടെ ആയുധപ്പുരയിൽ എന്ത് നേട്ടമാണ് ട്രംപ് നൽകിയത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട്. അത് പലരും മുക്കിക്കളയുകയാണ് മോദി വിരോധം മൂലം എന്നുള്ളതാണ്. എന്താണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇന്ത്യയുടെ നേട്ടം? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ത്യക്ക് ഗുണകരമായി മാറുന്നത് അമേരിക്കയുടെ ശത്രുതയില്ലാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ഇന്ന്. അപ്പോൾ ഇന്ത്യയും അതേപോലെ അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം ഇന്ന് തുടങ്ങിയതോ ഇന്നലെ തുടങ്ങിയതല്ല, ഒരുപാട് കാലമായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ചുമതലയായിരിക്കും. വരുന്ന എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ചുമതലയായിരിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ട്രംപ് മോദി കൂടിക്കാഴ്ച നമ്മൾ വിലയിരുത്തേണ്ടത്. ശരിയാണ്, മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, സൗഹൃദമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ രാഷ്ട്രവും ആ രാഷ്ട്രത്തിൻ്റെ സവിശേഷമായിട്ടുള്ള നിലപാടുകൾക്കൊപ്പമായിരിക്കും നിൽക്കുക. ഇപ്പം അമേരിക്കയും അതേപോലെ ഇന്ത്യയും തമ്മിൽ അങ്ങനെ സൗഹൃദ കരാർ ഉണ്ടാക്കുമ്പോൾ അമേരിക്കയുടെ പൊസിഷൻ എന്തായിരിക്കും? അമേരിക്കയ്ക്ക് ഒരു പരിക്കുമില്ലാത്ത രീതിയിൽ തന്നെയായിരിക്കും. നമ്മളും കഴിയുന്നിടത്തോളം നമുക്ക് മെച്ചം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഉടമ്പടിക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇവിടെ അങ്ങനെ പ്രത്യേക സംഭവങ്ങൾ ഒന്നും കാര്യമായിട്ട് നടന്നില്ല. രണ്ട് കാര്യങ്ങളിലാണ് കേന്ദ്രീകരണം ഉണ്ടായത്. ഒന്ന്, നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ആണവ കരാർ അത് തുടരാനായിട്ട് തീരുമാനിക്കുന്നു. ആ തുടർച്ചയുടെ ഭാഗമായിട്ട് അമേരിക്കയിലെ ആണവ നിലയങ്ങൾ അതിൻ്റെ പകർപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടും. കേരളത്തിൽ ചിലപ്പോൾ വന്നേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ചീമേനയൊക്കെ ഇവിടുത്തെ ആളുകളുടെ കണ്ണിൽ നേരത്തെ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവമാണ്. കാരണം വൈദ്യുതി ക്ഷാമം വരുന്ന സമയത്ത് അതിന് പരിഹാരമായിട്ട് ആണവ വൈദ്യുതി എന്ന് പറയുന്ന കൺസെപ്റ്റ് വീണ്ടും തിരിച്ചു വരികയാണ്. ഒരിടക്കത്തെല്ലാം പോയതാണ്. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളുടെ പ്രശ്നം ഉയർത്തി ഈ ആണവ നിലയങ്ങൾ, കാരണം ആണവ നിലയങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപോൽപ്പന്നങ്ങളെന്ന് പറഞ്ഞാൽ ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മാരകമായിട്ടുള്ള പ്രഹരശേഷിയുള്ള ഒന്നാണ്. അത് പ്ലൂട്ടോണിയം തുടങ്ങിയ റേഡിയേഷൻസ് ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള അവശിഷ്ടങ്ങളാണ് ഉണ്ടാക്കി വെക്കുന്നത്. അതെവിടെ ഡംപ് ചെയ്യും, അല്ലെങ്കിൽ അവിടെയാണ് അതിനെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ചെർണോബ് എന്ന് പറയുന്ന റഷ്യയിലെ ആണവ നിലയത്തിൽ നിന്ന് പൊട്ടിയൊലിച്ച റേഡിയേഷൻസ് എന്ന് പറയുന്നത് ആ പരിസര പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തെ വല്ലാത്ത തരത്തെ നശിപ്പിച്ചതാണെന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്നത്. അപ്പോൾ അതിനുശേഷം ലോകം വളരെ ഗൗരവത്തോടു കൂടി മാത്രമാണ് ഈ ആണവ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ കാലത്ത് അതിലേക്ക് കുറേ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുകയും കുറേയും കൂടിയൊക്കെ അത് സുരക്ഷിതമായിട്ട് മാറിത്തീരുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആണവ വൈദ്യുതിയെക്കുറിച്ചുള്ള പുതിയ ചിന്തയിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ പുതിയ ആണവ നിലയങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള സഹായവും അമേരിക്ക നൽകും എന്നതാണ് ഒരു നേട്ടമായിട്ട് വാർത്തയായിട്ട് വരുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുതിയ പ്രതിരോധ സംവിധാനത്തിലേക്ക് അമേരിക്കയുടെ F-35 വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അഞ്ചാം തലമുറ ആ തരത്തിൽ വികസിപ്പിച്ച് വളർത്തിയെടുത്തിരിക്കുന്നതായിട്ടുള്ള വിമാന വ്യൂഹങ്ങളാണ്. അതിൻ്റെ ഒരു എത്രത്തോളമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു അളവ് നമ്മൾ വാങ്ങിക്കുന്നു, നമ്മളുടെ സ്വന്തമാക്കുന്നു. അങ്ങനെ നമ്മളുടെ പ്രതിരോധ നിര ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ റാഫേൽ വിമാനങ്ങൾ വാങ്ങിക്കുന്ന സമയത്തും ഈ പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നു. ഇതൊക്കെല്ലാം വാങ്ങണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സൈനിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. അപ്പോൾ അവർ പറയുന്നത് ഒരേ സമയത്ത് രണ്ട് രാജ്യത്തിൽ നിന്ന് ആക്രമണങ്ങളുണ്ടായാൽ, രണ്ട് രാജ്യത്ത് നിന്ന് ആക്രമണം ഉണ്ടാകാൻ സാധ്യതകളോ ഒന്ന് ചൈനയിൽ നിന്നും മറ്റൊന്ന് പാകിസ്ഥാനിൽ നിന്നും, അങ്ങനെ ചൈനയിൽ നിന്നും പാകിസ്ഥാനിലുമുള്ള ആക്രമണങ്ങളുണ്ടായാൽ അതിനെ നേരിടാനായിട്ടുള്ള ഒരു കരുത്ത് നമ്മുടെ റാഫേൽ വിമാനങ്ങൾക്കുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത് സ്വാംശീകരിച്ചത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് മുങ്ങിക്കപ്പലടക്കമുള്ളതായ പ്രതിരോധ ആയുധങ്ങളാണ് ട്രംപും അതുപോലെ തന്നെ മോദിയും തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങാൻ പോകും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറേബ്യൻ കടലിൽ
ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. ചൈന സാങ്കേതികമായും അതേപോലെ തന്നെ സൈനികമായിട്ട് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതു സമയത്തും നമ്മളും അവരും തമ്മിൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യത. അങ്ങനെ സംഘർഷം വന്നാൽ അതിൽ നമുക്ക് പരാജയമുണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി സൈനിക സങ്കേതത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ഇപ്പോൾ പുതിയ സൈന്യ ഉടമ്പടി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ മോദിയുടെ ഇത്തരം വിദേശ രാജ്യങ്ങളുടെ സന്ദർശനം ഇപ്പോൾ ഫ്രാൻസിലൊക്കെ എത്തി. പക്ഷേ ഇതൊക്കെ ഇന്ത്യക്ക് വേണ്ടിയാണ് ഇതൊക്കെ വാങ്ങുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനാണ് ഇതൊക്കെ വാങ്ങുന്നത്. ശത്രു രാജ്യങ്ങൾ നമ്മളെ ഭയപ്പെടണം, അല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ചാൽ നാളെ അവരെ അതിശക്തമായി തിരിച്ചടിക്കണമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ പലരും മടിക്കുന്നത്? അല്ല, ഈ എപ്പോഴും ആയുധക്കച്ചവടം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു അഴിമതിയും കൂടി ഉണ്ടാവും. അത് എല്ലാ ഗവൺമെൻറ്റും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ കച്ചവടങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അത് കരാർ വെക്കുന്ന സമയത്തൊന്നും കാര്യമായിട്ടത് അറിയില്ല. കുറേ കഴിയുന്ന സമയത്താണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അതെല്ലാം പുറത്തു വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ശത്രുവിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. പക്ഷേ നമുക്ക് പലതരം പരിമിതികളുണ്ടാകും. ആ പരിമിതികളുള്ളതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങേണ്ടി വരുന്നത്. ഇപ്പോഴും അങ്ങനെ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ആ വാങ്ങിക്കുന്നതിൽ ആ ഒരു ഉദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിലുള്ള ഈ കമ്മീഷൻ എന്ന് പറയുന്നതും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാര്യമുണ്ട്. രണ്ടും എപ്പോഴും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബൊഫേഴ്സ് വലിയ തരത്തിൽ അഴിമതി ആരോപണത്തിന് വിധേയമായതാണ്. റാഫേൽ വിമാനങ്ങൾ വാങ്ങിയതിൻ്റെ പിന്നിലും അഴിമതി ആരോപണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കാര്യമായ രീതിയിൽ പിന്നീട് തെളിയിക്കപ്പെടാതെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെപ്പോഴും എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ പ്രതിരോധ നിരയെ ശക്തമാക്കുന്നത്, ഇതിനെ പ്രോത്സാഹിപ്പിക്കാത്തതും അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് വലിയ ഊർജ്ജം ചെലവഴിക്കാത്തതെന്ന് ചോദിച്ചാൽ, പക്ഷേ അത് ചെലവഴിക്കപ്പെടുന്നുണ്ട്. BJP ആണ് ഭരിക്കുന്നതെങ്കിൽ BJP ആണ് അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ BJPക്ക് എതിരായിട്ട് ഉള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് ആ കാര്യത്തിൽ മൗനം ആലംബിക്കും. അപ്പോൾ നമ്മൾ ചൈനയും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് നമ്മൾ നാണം കെട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ അടുത്ത് ഒരു ആയുധവും ഇല്ലാത്ത ഒരു കാലമായിരുന്നത്. അന്ന് നമ്മൾ റഷ്യയോടും അതേപോലെ തന്നെ അമേരിക്കയോടും ആയുധങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ട്, അന്ന് ഇവർ രണ്ടുപേരും ഇന്ത്യയുടെ സുഹൃത്തുക്കൾ തന്നെയാണ്, ആവശ്യപ്പെട്ടിട്ട് അന്ന് ഒരിക്കൽ പോലും എന്ത് ചെയ്തില്ല, അവർ സഹായിച്ചില്ല എന്നുള്ളതാണ്. അന്ന് എല്ലാ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ എന്ന് പറയുന്നത് ക്യൂബയിലായിരുന്നു. ക്യൂബയിൽ മിസൈൽ വിതരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്ന വിഷയത്തിൽ എല്ലാ ശ്രദ്ധയും പോവുകയും ചൈന വെറുതെ വന്ന് അടിച്ചിട്ട് പോവുകയും ചെയ്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അന്ന് നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ ഒരു വലിയ ഫലമായിരുന്നു നമ്മളൊരു ആണവ ശക്തിയായിട്ട് മാറിയത്. പൊക്രാൻ എന്ന് പറയുന്ന രാജസ്ഥാൻ മരുഭൂമിയിൽ നമ്മൾ ഈ ആണവായുധങ്ങൾ പൊട്ടിച്ച് ലോകത്തെ ഭയപ്പെടുത്തുകയോ ഞെട്ടിക്കുകയോ അമ്പരപ്പിക്കുകയോ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊരു ആണവ ശക്തിയായിട്ട് മാറി. അതിനുശേഷം പിന്നീട് ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ ലോകത്തെ ഒന്നാംകിട ആയുധങ്ങളെല്ലാം വാങ്ങി വളരെ സജ്ജമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സജ്ജമായി നിന്നേ പറ്റൂ എന്നാണ് ഇസ്രായേൽ നൽകുന്ന പാഠം. ഇസ്രായേൽ പാലസ്തീനെ അടിച്ച് ചമ്മന്തിയായി കളഞ്ഞു, ഒന്നുമില്ലാതെ അവിടെ. അതുപോലെ നമ്മൾ ആരെങ്കിലും വന്ന് നമ്മളെ ഇപ്പോൾ ചൈന വലിയ സാങ്കേതിക ശക്തിയും സാമ്പത്തിക ശക്തിയൊക്കെയാണ്. അവർ ഉപദ്രവിച്ച് നമ്മളങ്ങനെ നോക്കിക്കാൻ പാടില്ല. നമ്മളെ അടിച്ചാൽ നമ്മളവരെ അടിക്കും, നമ്മൾക്ക് പരിക്ക് പറ്റുക അവർക്കും പരിക്ക് പറ്റും. അങ്ങനെ തുല്യ ശക്തികളാണെന്നുള്ളൊരു സെൻസ് ഉണ്ടാക്കി നിർത്തിയാൽ മാത്രമാണ് അവരുടെ ആക്രമണം നമ്മളുടെ മേൽ വരാതിരിക്കുകയുള്ളൂ. അതാണ് ഈ ആയുധ ഉടമ്പടിയുടെ അടിത്തറയും. അതേപോലെ തന്നെ അതിനെ നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ആവശ്യം വരും. ഒരു രാജ്യം ഇന്ന് നിലനിൽക്കുന്നതിൽ ഈ ആയുധ പ്രതിരോധം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അത് അങ്ങനെ മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള അഴിമതിയും മറ്റു കാര്യങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ പിന്നാലെ നടന്നു വരുന്നത് കാണാം എന്ന് മാത്രമേ ഉള്ളൂ. നടക്കട്ടെ.